ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ആണ്. ഇന്ന് കഴിഞ്ഞ എക്സാം കേട്ടോ. അതായത് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് 17, 2026 മൺഡേ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതിൻ്റെ വിശകലനം, അനാലിസിസും ഉത്തരങ്ങൾ ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇത് ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയംകാരുടെയും ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും, ആവശ്യമുള്ള കുട്ടികൾ എല്ലാവരും നോക്കുക. നിങ്ങൾക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഹോംവർക്ക് ആയിട്ട് എഴുതിയിട്ട് പോകാനുണ്ടായിരിക്കും. ചെയ്തിട്ട് പോകാൻ വേണ്ടി ടീച്ചേഴ്സ് തരും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ്സാണിത്. മിസ് ചെയ്യാതെ കാണുക കേട്ടോ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര എണ്ണം ശരിയാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കണ്ടു കഴിഞ്ഞതിന് ശേഷം. നോക്കിയാലോ. അപ്പോൾ ഇന്ന് നടന്ന 2026 പുതിയ ചോദ്യപേപ്പർ അല്ലേ, നോക്കാം. അപ്പോൾ 1A ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ഗിവൺ പാരലോഗ്രാം. വിച്ച് വൺ ഇസ് റോങ്? ഏതാണ് തെറ്റ് എന്നാണ്. ഓപ്ഷൻ ബി, ലൈൻസ് AD ആൻഡ് BC ഡു നോട്ട് ഹാവ് ദ സെയിം ലെങ്ത്. ഇതാണ് തെറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ ബി ചോദ്യം, ഡ്രോ ദ പാരലോഗ്രാം വിത്ത് മെഷേഴ്സ് ഗിവൺ ഇൻ ദ ഫിഗർ. ഇതേ ചിത്രം എടുത്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ, പാരലോഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ ചെരിച്ച് വേണം വരയ്ക്കണമെങ്കിൽ. നിങ്ങൾക്ക് മേലെ തന്നിരിക്കുന്ന അതേ അളവുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ വരയ്ക്കണമെങ്കിൽ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ഇൻ എ ക്ലാസ് ദർ ആർ 45 സ്റ്റുഡൻസ്, 1/3 ഓഫ് ദം ആർ ബോയ്സ് ആൻഡ് റിമൈനിങ് ആർ ഗേൾസ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ 45 കുട്ടികളുണ്ട്. അതിൽ 1/3 ഭാഗം എന്ന് പറയുന്നത് ബോയ്സ് ആണ്. അപ്പോൾ ആദ്യം അത് കണ്ടുപിടിക്കുക. 15 ബോയ്സ്, 45-ൽ 15 ബോയ്സ് ആണ്, ബാക്കി 30 ഗേൾസ് ആണ് കേട്ടോ. അപ്പോൾ 15 ബോയ്സ് 30 ഗേൾസ്. ഞാൻ അടുത്ത പേജിൽ കറക്റ്റായിട്ട് എഴുതി കാണിച്ചു തരാം. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ് എന്നാണ് ചോദ്യം. 30 പേരാണ് ഗേൾസ് കേട്ടോ. അടുത്ത ബി ചോദ്യം നോക്കൂ, 1/5 പാർട്ട് ഓഫ് ബോയ്സ് ആർ ദ മെമ്പേഴ്സ് ഓഫ് മാത്സ് ക്ലബ്. അപ്പോൾ ഈ മൊത്തം 15 ആൺകുട്ടികളിൽ 1/5 ഭാഗം മാത്സ് ക്ലബിലെ അംഗങ്ങളാണ്. ഹൗ മെനി ബോയ്സ് ആർ മെമ്പേഴ്സ് ഇൻ ദ മാത്സ് ക്ലബ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 15-ന്റെ എന്ത് കണ്ടുപിടിക്കണം? 1/5 കാണണം. ആൻസർ 3 ആണ് കേട്ടോ. ഇതെല്ലാം അടുത്ത പേജിൽ വൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. വാട്ട് ടൈംസ് ഓഫ് 1/4 ഇസ് ഈക്വൽ ടു 6 ടൈംസ് ഓഫ് 1/2? 1/2-ന്റെ 6 ടൈംസ് എന്ന് പറഞ്ഞാൽ 1/2 × 6 ചെയ്യണം. അത് 3 ആണ്. ഓക്കെ, അതിൻ്റെ വാട്ട് ടൈംസ് ഓഫ് 1/4 ഈസ് ഈക്വൽ ടു എന്നാണ് ചോദ്യം. അപ്പോൾ 1/4-ന്റെ എത്ര മടങ്ങാണ് 3-ക്ക് ഈക്വൽ എന്നാണ് ചോദ്യം. അപ്പോൾ 1/4-ന്റെ എത്ര മടങ്ങ് ഇതിന് ഈക്വൽ ആണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കാം. ആൻസർ നോക്കാൻ പോവാണ്. അപ്പോൾ എ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞതുപോലെ 30 ഗേൾസ് ആണ് എയുടെ ഉത്തരം വരിക. ബിയുടെ ആൻസർ വരിക 3 ബോയ്സ് ആണ് കേട്ടോ. എങ്ങനെയാണ് കിട്ടിയതെന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് കണ്ടല്ലോ, 6 ടൈംസ് ഓഫ് 1/2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ x × 1/4 ഈക്വൽ ടു 3 നമ്മൾ കണ്ടുപിടിക്കണം. സോ x പുറത്ത് പോവുകയാണ്. അപ്പോൾ ഈ 1/4 അകത്ത് കയറും, 3 × 4 ആയിട്ട് മാറും അത്. സോ ആൻസർ 12 എന്ന് വരും. ആൻസർ ഇതിൻ്റെ 12 കിട്ടിയിട്ടുണ്ടാവണം. ഓപ്ഷൻ സി, ആൻസർ 12. അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദർ ആർ ലെങ്ത്സ് ഓഫ് ദ 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ കോളം എ ആൻഡ് ദ പോസിബിൾ ലെങ്ത് ഓഫ് ദ 3rd സൈഡ് ഇൻ കോളം ബി. സോ നോക്കൂ, നമുക്ക് എന്തൊക്കെയാണ് ആൻസേഴ്സ് വരിക എന്നുള്ളത് നമുക്ക് മാച്ച് ചെയ്യാൻ ഇവിടെ ഉണ്ട്. അത് ആൻസർ വരും ഓപ്ഷൻ ബി. അതായത് എ മാർക്ക് ചെയ്യേണ്ടത് 2-ലേക്കാണ് കേട്ടോ. A 2 ആണ്. അതുപോലെ തന്നെ B 3-ലേക്ക് മാച്ച് ചെയ്യുക. സി കൊണ്ടുപോയിട്ട് 1-ലേക്ക് മാച്ച് ചെയ്യുക കേട്ടോ. അടുത്തത് ബി ചോദ്യം നോക്കൂ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 8 സെൻറ്റിമീറ്റർ ഈച്ച്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് എല്ലാ വശവും 8 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇത് 8, ഇത് 8, ഇത് 8. അപ്പോൾ 8-നെ നമുക്ക് കറക്റ്റായിട്ട് എത്ര ഭാഗങ്ങളാക്കാം? ഡിവൈഡ് ഇൻ ടു സ്മോൾ ട്രയാങ്കിൾസ് ആസ് ഗിവൺ ഇൻ ദ ഫിഗർ ആൻഡ് ഷെയ്ഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. ഇതുപോലെയുള്ളൊരു ഫിഗർ നിങ്ങളോട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഷെയ്ഡ് കൊടുക്കുക. അത് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഇതേപോലത്തെ ഫിഗർ തന്നെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. പക്ഷെ എല്ലാ വശവും 8 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അത്രയേ ഉള്ളൂ കണ്ടീഷൻ. അടുത്തത് 3AB കഴിഞ്ഞാൽ 4ാമത്തെ ചോദ്യമാണ്. 4-ൽ ക്വസ്റ്റ്യൻ 4 ഹാസ് 2 ക്വസ്റ്റ്യൻസ്, 4A ആൻഡ് 4B. ആൻസർ എനി വൺ. അപ്പം നിങ്ങൾക്ക് 4A 4B എന്ന് പറഞ്ഞ 2 ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയാകും. ഞാൻ ഇവിടെ 2-ന് ഉത്തരം എഴുതി കാണിച്ചു തരാം. 4A നോക്കൂ, ഇൻ ദ ഫിഗർ എ ട്രയാങ്കിൾ ഇസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലോഗ്രാം. അപ്പോൾ ഈ ഫിഗറിൽ ഒരു ട്രയാങ്കിൾ പാരലോഗ്രാമിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. സം ആംഗിൾസ് ആർ ഷോൺ ഇൻ ദി ഫിഗർ. ചില ആംഗിൾസും ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്.
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ? ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് 90 ഡിഗ്രിയാണ് വരിക. അപ്പം നമുക്ക് 90 കിട്ടണമെങ്കിൽ 120 30 മൈനസ് ചെയ്യണം. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ബി, റൈറ്റ് ദ മെഷേഴ്സ് ഓഫ് അതർ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. ബാക്കി അടുത്ത 2 ആംഗിൾസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് 20 ഡിഗ്രിയാണ് വരിക, ഇവിടെ 20 ഡിഗ്രി വരും, ഇത് 60 ഡിഗ്രി. ഓക്കെ, അതെന്താന്ന് ചോദിച്ചാൽ ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ 120, ഇവിടെ 120 ആണെങ്കിൽ ഇതും 120 ആണ്. ഇതാണ് കണ്ടീഷൻ കേട്ടോ. 120 ആയിരിക്കും. ഇത് ഈ 90 30 കൂടി നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ, അപ്പം നിങ്ങൾക്ക് 120 കിട്ടും. അപ്പം ഇത് മൊത്തത്തിൽ എന്താണ് 120 ആണ്. ഓക്കെ, സോ അത് കഴിഞ്ഞില്ലേ. ഇവിടെ 120 ആണെങ്കിൽ ഇതും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അപ്പം 180 നിന്ന് നമ്മൾ ഈ 120 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 60 ആണ്. ഇവിടെ വരുന്ന 60. ഇവിടെ 60 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സൈഡ് സി ആംഗിളും 60 ആണ്. ടോട്ടൽ 60 ആണ്. 60-ൽ 40 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 60-ൽ നിന്ന് 40 മൈനസ് ചെയ്ത് നോക്കൂ, ബാക്കി 20 ഇവിടെ വരും. ഓക്കെ, അപ്പോൾ 60ഉം 20ഉം ആണ് അടുത്ത 2 മെഷർമെൻറ്റ് കേട്ടോ. 60 ഡിഗ്രി അതുപോലെ 20 ഡിഗ്രി കേട്ടോ. വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ആംഗിൾസ് മാർക്ക്ഡ് ഇൻ ദ ഫിഗർ? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 360 ഡിഗ്രിയാണ് ആൻസർ. 360 ഡിഗ്രിയാണ് ആൻസർ വരിക. അടുത്തത് നോക്കൂ, 4B ഓർ ക്വസ്റ്റ്യൻ ആണ്. A question, AB and CD are parallel lines, PQ and CE are also parallel lines. Measure of 2 angles are given in the figure. രണ്ടെണ്ണത്തിൻ്റെ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ എബൌട്ട് ദ ഫിഗർ. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് മെഷർ ഓഫ് ആംഗിൾ 2 ഈസ് 130 ഡിഗ്രി. ആംഗിൾ 2ൻ്റെ മെഷർ 130 ആണെന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ഹാവ് ദ സെയിം മെഷേഴ്സ് എന്നാണ്. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ കറക്റ്റ്? ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, ഇനി ബി ചോദ്യം നോക്കൂ. വാട്ട് ഇസ് ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ 3? ആംഗിൾ 3യുടെ മെഷർമെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ എത്രയാണ് വരിക? അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ 180-ൽ നിന്ന് ഈ 130 കുറച്ചാൽ മതി. എത്ര വരിക ആൻസർ? 50 വരും. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും. ഓക്കെ, ഇത് 130 ആണ് കേട്ടോ. ഇതാണ് കണ്ടീഷൻ. ഇവിടെ ഇതിനകത്ത് ആംഗിൾ 3 അപ്പോൾ എത്രയാണ്? 50 ഡിഗ്രി ആണ് വരിക. വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2? ആംഗിൾ 1ഉം ആംഗിൾ 2ഉം കൂടി കൂട്ടുമ്പോൾ എന്താ വരിക? ഇതാ 180 ഡിഗ്രി എന്ന് വരും. ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ 4 എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ആൻസർ ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് ആംഗിൾ 4 ഇത് എനിക്കൊരു സംശയം ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ആൻസർ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഇതിൻ്റെ ആൻസർ ശരിയായത് എന്താണെങ്കിലും ഞങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. 4Bയിൽ ഓപ്ഷൻ ഡി എന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് എന്നുള്ളതും കൂടി അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ 4 എന്നുള്ളത് അതിന് കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ ആൻസർ പറയാത്തത്. അടുത്തത് ക്വസ്റ്റ്യൻ 5 ഹാസ് 2 ക്വസ്റ്റ്യൻസ് 5A ആൻഡ് 5B. ആൻസർ എനി വൺ. 5Aയും 5Bയും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. നമ്മളിവിടെ 2 ആൻസറും പറഞ്ഞു തരാം. ആദ്യത്തെ, എ റെക്ടാങ്കിൾ ഇസ് ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. ഒരു റെക്ടാങ്കിളിനെ 8 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ദ ഫ്രാക്ഷൻ ഫോർ ദ അൺഷെയ്ഡഡ് പാർട്ട് ഓഫ് ദ റെക്ടാങ്കിൾ ആണ്. ഷെയ്ഡഡ് അല്ലാത്തത് 2 ഭാഗം. അപ്പോൾ 2/8 ആണ് കേട്ടോ. അടുത്തത് വരുന്നത്, ഡ്രോ എ റെക്ടാങ്കിൾ ആൻഡ് ഷെയ്ഡ് 1/2 ഓഫ് ഇറ്റ്സ് 1/4 പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാവുന്നതാണത്. സി, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഈക്വൽ ടു 3/4 ഓഫ് 2/3 എന്നാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് വരിക. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക്. 5B, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1/2 മീറ്റർ? 1/2 എന്ന് പറയുമ്പോൾ 1/2 × 1/2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/4 ആണ് ആൻസർ വരിക. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം നോക്കാം. ബി, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് 6.5 meters ലെങ്ത് ആൻഡ് 3.5 meters വിഡ്ത്ത് ആണ്. അപ്പോൾ 6.5 × 3.5 നിങ്ങൾ ചെയ്യണം. ഇതുപോലെ 6.5നെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക, മിക്സ്ഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കുക കേട്ടോ. 13/2 വരും. 3.5 7/2 മാറും. സോ 13/2 × 7/2 ചെയ്യുക. അപ്പം 91/4 കിട്ടും. 91/4 ഇതുപോലെ ഡിവൈഡ് ചെയ്യുക. സോ ഇതുപോലെ വരും. 22 3/4 ഉത്തരം വരും. അടുത്തത്, വാട്ട് ഇസ് ദ
ഇൻ ദ ഏരിയ ഇഫ് ദ ലെങ്ത് ഓഫ് ദ എബോവ് റെക്ടാംഗിൾ ഇസ് ഇൻക്രീസ്ഡ് ബൈ 1/2 മീറ്റർ ആണ്. 6.5 എന്നുള്ള ലെങ്ത്തിന് അരയും കൂടി കൂട്ടി 7 മീറ്റർ ആവും. അപ്പോൾ 7 മീറ്റർ പുതിയ ലെങ്ത് ആണെങ്കിൽ ബ്രെത്ത് 3.5 തന്നെയാണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരാൻ നോക്കാം. ആദ്യം ഈ 3.5 എന്നുള്ളതിനെ മാറ്റി 7 × 7/2 ആക്കുക. സോ 49/2 വരും. 24.5 ആണ് വരിക. അപ്പോൾ ന്യൂ ഏരിയ നമുക്ക് കാണണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ഏരിയ കാണണമെങ്കിൽ ഈ പഴയതിൽ നിന്ന് നമ്മൾ പുതിയതിനെ മൈനസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് 49/2 91/4 ആണ്. അപ്പോൾ അത് ജസ്റ്റ് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഡബിൾ എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. 49/2 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്തു, ഡബിൾ ആക്കി 98/4 ആക്കി. 98/4 മൈനസ് 91/4 ചെയ്യുമ്പോൾ 1/4. അപ്പോൾ 1/3/4 ആണ് ഇതിൻ്റെ ആൻസർ വരിക. അടുത്തത് 6 ആണ്, ആറാമത്തെ ചോദ്യം. ലാസ്റ്റ് ചോദ്യമാണ് 6A. സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ മെഷേഴ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഗിവൺ. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റ് 2 and 4 ആണ് കറക്റ്റായിട്ട് വരിക. 2ഉം 4ഉം കറക്റ്റാണ് കേട്ടോ. അടുത്തത് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് വൺ സൈഡ് 6 സെൻറ്റിമീറ്റർ, വൺ ആംഗിൾ 50 ഡിഗ്രി ആൻഡ് അനദർ ആംഗിൾ 60 ഡിഗ്രി എന്ന് വരും. ഏതെങ്കിലും ഒരു വശം 6 സെൻറ്റിമീറ്റർ കൊടുക്കുക. ഞാൻ അടിയിൽ 6 സെൻറ്റിമീറ്റർ കൊടുത്തു. ഒരു വശം 50 ഡിഗ്രി, ഒരു വശം 60 ഡിഗ്രി, അടുത്ത വശം എന്തായിരിക്കും, 80 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ നിങ്ങളും വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ചോദ്യപേപ്പറാണ്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എല്ലാ ചോദ്യപേപ്പറിൻ്റെയും ഉത്തരങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.